ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു സോണി ടി വി നന്നാക്കാൻ പോകണം. ഒരു 32 ഇഞ്ച് സോണിയുടെ LED TV. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സോണിയിൽ നിന്ന് എഴുതി വന്നതിന് ശേഷം അതിൻ്റെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് പോകും. സോണിയിൽ നിന്ന് എഴുതി വരുന്നു, കട്ടാവുന്നു, സോണിയിൽ നിന്ന് എഴുതി വരുന്നു, കട്ടാവുന്നു, അങ്ങനെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. 6 times ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കറിയാം അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് സെറ്റ് നമ്മൾ കംപ്ലൈൻറ്റ് കൺഫേം ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ സെറ്റ് അഴിക്കുകയാണ്. ഇതിനു മുമ്പ് ഇതേപോലത്തെ കംപ്ലൈൻറ്റുകളുള്ള പല മോഡൽ ടി വികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഇതൊക്കെയാണ്. എന്നാലും ഒരേ കംപ്ലൈൻറ്റ് കണ്ടുകൊണ്ട് നമുക്ക് 100% അങ്ങനെ വിശ്വസിക്കാൻ പറ്റുകയില്ല. അപ്പം നോക്കി ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെറ്റ് അഴിക്കുകയാണ്. അത് ബേസ് സ്റ്റാൻഡുള്ള ഒരു സെറ്റാണ്. ബേസ് സ്റ്റാൻഡിലാണ് ഇതിരിക്കുന്നത്. ബേസ് സ്റ്റാൻഡിൽ നിന്ന് അത് അഴിച്ച് നമ്മൾ സെറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. പിന്നെ ഇത് സോണിയുടെ നല്ലൊരു മോഡലാണ്. 2014 ഇറങ്ങിയ ടി വിയാണ്. ജൂൺ 2014 എന്നാണ് അതിൻ്റെ ഡേറ്റ് കിടക്കുന്നത്. അപ്പോൾ 2024, ഇപ്പോൾ 2025 11 വർഷമായി ഈ ടി വി കസ്റ്റമർ വാങ്ങിയിട്ട്. 11 വർഷമായിട്ട് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാതെ ഈ ടി വി വർക്ക് ചെയ്തു. ഇപ്പം ഞങ്ങളും എല്ലാവരും വിൽക്കുന്നുണ്ട്. ഈ വില കുറഞ്ഞ ഇന്ത്യൻ ബ്രാൻഡുകൾ, അസംബ്ലി ബ്രാൻഡുകളൊക്കെ വിൽക്കുന്നുണ്ട്. അത് 3 വർഷം വാറണ്ടി പറഞ്ഞൊക്കെ വിൽക്കുന്നുണ്ട്. ഈ വിൽക്കുന്ന സെറ്റുകൾ 3 വർഷം കഴിയുമ്പോൾ കൃത്യമായിട്ട് കേടാവുന്നുണ്ട്. എന്നാൽ അപൂർവം ചില സെറ്റുകൾ, ചില ബ്രാൻഡുകളൊക്കെ പാനൽ പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നുമുണ്ട്. എന്നാലും ഒട്ടുമിക്കാറും ബ്രാൻഡുകൾക്കും പാനൽ കംപ്ലൈൻറ്റും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതേസമയം സോണിയുടെ ഇത്ര വർഷം, 11 വർഷമായിട്ടാണ് ഈ ടി വിക്ക് ഒരു ബാക്ക് ലൈറ്റ് പ്രോബ്ലം പോലും ഉണ്ടാകുന്നത്. എൻ്റെ പാനലിനൊന്നും ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോഴുമില്ല. അപ്പോൾ ബാക്ക് ലൈറ്റ് പ്രോബ്ലം 11 വർഷം കഴിഞ്ഞ് വരിക എന്ന് പറയുമ്പോൾ ശരിക്കും സെറ്റ് വളരെ സക്സസ് ആണ്. പിന്നെ ഇതിൻ്റെ ക്ലാരിറ്റി, പിക്ചർ ക്ലാരിറ്റി, കളറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇതാണ്. ഇത് ഫുൾ ലോക്ക് സിസ്റ്റമാണ്. അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ലോക്ക് നമ്മൾ തുറന്ന് വേണം ഈ പാനലിൻ്റെ ഇത് എടുക്കാൻ. അതിന് മുമ്പ് അതിൻ്റെ അടിയിലത്തെ ബോർഡും എല്ലാം മാറ്റി അഴിച്ചെല്ലാം ചെയ്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ വളരെ ഇതാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നല്ല ടെക്നീഷ്യന്മാർക്കെല്ലാം അറിയാം. നമ്മളെപ്പോലെ തന്നെ ജോലി ചെയ്യുന്നവരെല്ലാം നല്ലപോലെ ചെയ്തൊക്കെ മാറ്റും. പിന്നെ എന്തെങ്കിലും റിസ്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതുകൊണ്ട് മറ്റേ ലോക്കുണ്ട്. ഇനി ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് വേണമെങ്കിൽ കൊണ്ടുവന്ന് ഞങ്ങളാണെങ്കിൽ ചെയ്തു തരാം. അപ്പോൾ ലോക്കുണ്ട്, 4 ലോക്കുണ്ട്. ടോപ്പിൽ 2 ലോക്കുണ്ട്, താഴെയും 2 ലോക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ എപ്പോഴും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചാൽ ഈ പാനൽ പോകാതിരിക്കും. സെറ്റിൽ പിന്നെ ഉപയോഗിക്കുന്ന പാർട്സ് എല്ലാം ഒറിജിനൽ പാർട്സ് തന്നെ ഉപയോഗിക്കണം എപ്പോഴും. ഞാൻ ആ കാര്യത്തിൽ വളരെ നിർബന്ധമുള്ള ഒരു മനുഷ്യനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും പക്കായിട്ട് വേണം. വെട്ടിക്കൂട്ട് പരിപാടികളൊന്നും എനിക്ക് താല്പര്യമില്ല. ബോർഡ് ഊരി കളഞ്ഞിട്ട്, പണ്ടൊക്കെ CRT TVയിലൊക്കെ ബോർഡ് ഊരി കളഞ്ഞിട്ട് അതിൽ ലോക്കൽ 1000 രൂപയുടെ ബോർഡ് കൊണ്ടുപോയി വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതുകൂട്ട് പരിപാടിയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഒട്ടും ചെയ്യത്തുമില്ല. അങ്ങനെയുള്ള സർവീസ് എനിക്കിഷ്ടമില്ല. ഞാൻ ഒരു സാധനം സർവീസ് ചെയ്യുമ്പം അത് നല്ല പക്ക നീറ്റായിട്ട് സർവീസ് ചെയ്യണമെന്നുണ്ട്. ഈയിടെ ഒരു ഭയങ്കര രസകരമായ സംഭവം ഉണ്ടായി. എൻ്റെ ഒരു വിവോയുടെ ഫോണിൻ്റെ ക്യാമറയുടെ ഒരു ലെൻസ്, ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ് പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ താഴെ പോയി പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് അന്വേഷിച്ചപ്പോൾ 50 രൂപയ്ക്ക് കിട്ടും, 100 രൂപയ്ക്ക് കിട്ടും, 150 രൂപയ്ക്ക് കിട്ടും. പലരും ഇങ്ങനെ പല അഭിപ്രായം പറഞ്ഞു. പക്ഷേ പല സാധനങ്ങളും ചെന്ന് നോക്കിക്കഴിയുമ്പോൾ പാനലാണിത്. പാനൽ നമുക്ക് സൂക്ഷിച്ച് വേണം നമ്മളത് എടുത്ത് വെക്കാൻ. അത് പൊട്ടലൊന്നും വരാത്ത രീതിയിൽ, അതിൻ്റെ കണക്ഷനൊന്നും പോകാത്ത രീതിയിൽ ഇതുപോലെ നല്ല സേഫായിട്ട് പുതിയ ഇതെടുത്ത് വെക്കണം. അപ്പോൾ അങ്ങനെ പലരും പലതും പറഞ്ഞെങ്കിലും ആക്ച്വലി ഇതിൻ്റെ ഒറിജിനൽ സാധനം മാറണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം നല്ല വിലയുള്ള ഫോണാണ്. അപ്പോൾ അത് മാറാൻ വേണ്ടി ഞാൻ കമ്പനിയിൽ ഓർഡർ ചെയ്തപ്പോൾ അവർ 850 രൂപയാണ് അതിന് വില പറഞ്ഞത്. പക്ഷേ വന്നപ്പോഴോ നല്ല പക്ക സാധനം, എന്താണോ ഈ മൊബൈൽ ഫോണിൽ ഇരുന്നത് അതേ സെയിം സാധനം ഫുൾ സെറ്റായിട്ട് ആ ഗ്ലാസും കവറിങ്ങും എല്ലാമായിട്ട് 4 സ്ക്രൂ അഴിച്ച് പുതിയ സാധനം കയറ്റി വെച്ച് മുറുക്കി. മറ്റൊരു ഈ ഗ്ലാസ് മാത്രത്തിൻ്റെ വിലയൊക്കെ ഈ പറയുന്നത്. ഈ ലോക്കൽ ഗ്ലാസ്സൊക്കെ ഇട്ടാൽ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റിയെ അത് ബാധിക്കും. ക്യാമറയുടെ ഇതിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള സർവീസുകൾ ചെയ്യുമ്പോൾ ഒറിജിനൽ പാർട്സ് ഉപയോഗിച്ച് ജെന്യുവനായ രീതിയിൽ നല്ല രീതിയിൽ സർവീസ് ചെയ്താൽ നമുക്കെപ്പോഴും ഇത് ലാസ്റ്റ് ചെയ്യും. നമ്മൾ ഈ വില കൊടുത്ത് മേടിച്ച ഈ സാധനത്തിൻ്റെ ബെറ്റർ പെർഫോമൻസ് നമുക്ക് കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് സോണി പോലുള്ള സാധനങ്ങൾക്ക് അതിൻ്റെ ബെറ്റർ സർവീസ് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഒറിജിനൽ സാധനം ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്.
അപ്പോൾ അതാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കണ്ടോ 8 LED ഉള്ള 3 വോൾട്ടിൻ്റെ 8 LED ഉള്ള 3 സ്ട്രിപ്പാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ചിലപ്പോൾ ഒരു LED 2 LED എല്ലാം പോയിട്ട് കാണത്തുള്ളൂ. പക്ഷേ ബാക്കി LEDയും കറണ്ട് റേറ്റിംഗ് എടുക്കുന്നത് കാണും. കാരണം ഇതിനെല്ലാം ഒരു പഴക്കം കൊണ്ട് ഒരു പഴയതിലും കൂടുതൽ പവർ കൺസപ്ഷൻ വരും. അറിയാമല്ലോ, നമുക്കിപ്പോൾ ഒരു ഫാനാണേലും നമുക്കൊരു ഫ്രിഡ്ജാണേലും ഒരു അങ്ങനെയുള്ള ഏത് വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾക്കും അതിൻ്റേതായ കാലപ്പഴക്കം അനുസരിച്ച് അത് എടുക്കുന്ന കറണ്ടിൻ്റെ ക്വാളിറ്റി കൂടുതൽ കറണ്ട് എടുക്കും. തുടക്കത്തിലൊക്കെ ചെറിയ കറണ്ടൊക്കെ ഫ്രിഡ്ജൊക്കെ പഴയ ഫ്രിഡ്ജുകൾക്കൊക്കെ ഇപ്പം വീട്ടിലൊക്കെ ഇരിക്കുന്ന ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര കറണ്ടായിരിക്കും എടുക്കുന്നത്. പണ്ട് എനിക്കൊരു ഫ്രിഡ്ജ് പഴയതുണ്ടായിരുന്നു വീട്ടിൽ. ആ ഫ്രിഡ്ജാണ് കറണ്ട് എടുക്കുന്നത്. ഭയങ്കര കറണ്ട് ചാർജ് വീട്ടിൽ വരുന്നുണ്ട്. 5000 രൂപ 8000 രൂപ 10000 രൂപയൊക്കെ ബില്ല് വന്നു. ലാസ്റ്റ് ഞാനൊരു ഉപകരണം കണ്ടുപിടിച്ചു. എൻ്റെ മറ്റേ ചാനലിൽ അത് കിടപ്പുണ്ട്, സോണി ന്യൂട്യൂബ്സിൽ കിടപ്പുണ്ട്. അത് വെച്ച് നമുക്ക് ഓരോ സാധനവും എത്ര കറണ്ട് എടുക്കുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വീട്ടിലത്തെ AC, വീട്ടിലത്തെ ഫാന്, ഓരോ സാധനത്തിനും ചെക്ക് ചെയ്യാവുന്ന ഒരു ഉപകരണം ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ വോൾട്ടും ആംപിയറും നോക്കിയിട്ട് അതിൻ്റെ വാട്ട്സ് കണ്ടുപിടിക്കുന്ന ഒരു ഉപകരണമാണ് അത്. സോണി ന്യൂ ടിപ്സ് മലയാളം എന്ന് പറഞ്ഞ് നമ്മളുടെ മറ്റേ ചാനൽ ഇലക്ട്രോണിക്സ് മാത്രം ചെയ്യുന്ന ഒരു ചാനലുണ്ട്. പഴയ ചാനൽ ഒരു 3 വർഷം കഴിഞ്ഞ ചാനലാണ്. ആ ചാനലിനകത്ത് സോണി ന്യൂ ടിപ്സ് മലയാളം എന്നാണ് ആ ചാനൽ. ആ ചാനലിനകത്ത് അത് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കറണ്ട് ചാർജ് എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ ഞാൻ ആ ഉപകരണം ഉണ്ടാക്കിയത് തന്നെ എൻ്റെ വീട്ടിലെ കറണ്ട് ചാർജ് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനത് മാനേജ് ചെയ്ത് കണ്ടുപിടിച്ച് എൻ്റെ ഫ്രിഡ്ജ് മാറ്റി. അതോടെ ഈ 6000 രൂപ കറണ്ട് ചാർജ് എന്നുള്ളത് വെറും 1000 രൂപയിലെത്തി. അപ്പോൾ അത്രയും കറണ്ട് തിന്നുന്ന ഒരു ഉപകരണം കൂടിയാണ് ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് പഴക്കമായതുകൊണ്ടോ കേട്ടോ. ആദ്യകാലത്തൊക്കെ ചെറുപ്പത്തിലൊന്നും അതുണ്ടായിട്ടില്ല. ഇതാണ് LED സ്ട്രിപ്പ്. അതിൻ്റെ കളറെല്ലാം മങ്ങി അതെല്ലാം ഓടി അവൻ ഒരു ഇതായി. കാരണം എല്ലാ സാധനവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇതിനൊരു ടൈമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബൂസ്റ്റിംഗ് വോൾട്ടേജ് അത് 300 വോൾട്ട് ഇപ്പോൾ ഇതിലോട്ട് കൊടുക്കുകയാണ്. അതായത് LED ചക്കർ എന്ന് പറയും. അപ്പോൾ അത് വെച്ച് നമ്മൾ വോൾട്ടേജ് 300 വോൾട്ടാണ് കൊടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജീവനുള്ള LED ഉണ്ടെങ്കിൽ ഇതെല്ലാം കത്തും. ഈ 300 വോൾട്ട് കൊടുത്തിട്ടും കത്താത്ത LED ഇതാണ്ട്. ഇപ്പോൾ ഈ സ്ട്രിപ്പൊക്കെ ഉണ്ടാകും, നടുക്കത്തെ ഒരു LED മാത്രം കത്തിയിട്ടില്ല. ബാക്കി എല്ലാ സ്ട്രിപ്പേലും മിക്കവാറും എല്ലാ LEDയും തന്നെ കത്തുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കുഴപ്പമില്ല നമ്മൾ വിചാരിച്ച കുഴപ്പമുണ്ട്. ഈ ഒറ്റ LED കത്താതെ വരിക എന്ന് പറയുമ്പോൾ ഇതൊരു 3 ഗ്രൂപ്പാണ്. 3 LED ഗ്രൂപ്പാണ്. നമ്മൾ മാറുന്ന ഈ ഗ്രൂപ്പായിട്ട് തന്നെ 3 എണ്ണമായിട്ടാണ് തന്നെയാണ് നമ്മളിത് മാറുന്നത്. അപ്പം ഒരെണ്ണം പോയാൽ ഈ 3 മാറിയേ പറ്റൂ. അല്ലെങ്കിൽ തൽക്കാലം ആ ഒരു LED മാറിയൊക്കെ സംഘാനയൊക്കെ നിൽക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഹൈലി പ്രൊട്ടക്ഷനുള്ള TV ആണ് സോണിയുടെ ബോർഡിനും മദർ ബോർഡിനും ബാക്കി കാര്യങ്ങൾക്കെല്ലാം കുഴപ്പം വരും. അതുകൊണ്ട് സോണിയിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പണികൾ ചെയ്യാതിരിക്കുക. സോണിയിൽ ജെന്യുവനായിട്ടുള്ള പാർട്സ് മാറേണ്ടത് മാറി തന്നെ ഉപയോഗിച്ചാൽ വർഷങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് സോണിയുടെ. എല്ലാ പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് സോണിയൊക്കെ ചെയ്ത് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് കൊടുത്താൽ വളരെ ഈസി ആയിട്ട്. ഇതിപ്പോൾ കസ്റ്റമർ വെയിറ്റ് ചെയ്യുവാണ്, ഈ സെറ്റ് കൊണ്ടുപോകാൻ കസ്റ്റമർ വെയിറ്റ് ചെയ്യുവാണ്. കാരണം കസ്റ്റമർ വന്ന് 1 മണിക്കൂറിനുള്ളിൽ ഞാനിത് മാറി കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഞാൻ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് 35 വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. 35 വർഷമായിട്ട് ഇത് മാറി എന്നെ സംബന്ധിച്ച് ഇത് വളരെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോയിൽ വരുന്ന ഈ ടൈം മാത്രമേ ഇതിൻ്റെ സർവീസിങ്ങിനായിട്ട് ഞാൻ എടുത്തുള്ളൂ. സ്പോർട്സ് സർവീസ് എന്ന് പറയും. അപ്പോൾ കസ്റ്റമറെ വെയിറ്റ് ചെയ്യിച്ച് 1 മണിക്കൂറിനുള്ളിൽ ഞാൻ വർക്ക് തീർത്ത് പുള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എന്നോർത്ത് വർക്കിന് ക്വാളിറ്റി കുറയൊന്നുമില്ല. കസ്റ്റമർ ദൂരെ നിന്ന് വന്ന ആളാണ്, 10-30 കിലോമീറ്ററിന് ദൂരെ വന്നതാണ്. അപ്പോൾ അയാൾ വണ്ടിയായിട്ട് വന്ന് ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് വന്നതാണ്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു മനസാക്ഷി അനുസരിച്ച് ഞാനത് ചെയ്ത് കൊടുത്തു. LED പുതിയതിട്ടു. ഇതിപ്പോൾ നമ്മൾ പാനൽ കൊടുക്കുന്നതിന് പാനലിൻ്റെ സ്കെയിലർ ബോർഡ് നമ്മളിതേ കണക്ട് ചെയ്തിരിക്കുകയാണ്. സ്കെയിലർ ബോർഡ് കണക്ട് ചെയ്തില്ലെങ്കിൽ സോണി പ്രൊട്ടക്ഷൻ ഉള്ള സെറ്റ് ആയതുകൊണ്ട് ലൈറ്റ് കത്തിയേരാം. അപ്പോൾ അതിൻ്റെ ആ സെയിം മോഡലിൻ്റെ സ്കെയിലർ ബോർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് LED നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്ത് വെച്ചിട്ട് സ്കെയിലർ ബോർഡും കൂടെ ഇട്ട് നമ്മളിതിൻ്റെ കണക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് ഓണാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുത്തു. ഇതേ തന്നെ സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നമ്മൾ ഞെക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് സ്റ്റാൻഡ് ബൈ പോയിട്ടുള്ളതാണേലും ഇത് ഓണായിട്ട് വരും. അതാണ്ട് കത്തി, എല്ലാ LEDയും കത്തി നിൽക്കും. മറ്റേ നിൽക്കിയാലായിരുന്നല്ലോ, നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഓഫായി പോകുന്നു ബ്ലിങ്ക് ചെയ്യുകയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ ഏതാണ്ട് LED ഫുള്ള് കത്തിയിട്ടുണ്ട്. ഗ്ലാസ് നോക്കിയാൽ മതി, കൃത്യമായിട്ട് കാണാം. ഇതെല്ലാം ഇവിടെ റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ട് നമുക്കത് കാണത്തില്ല. അപ്പോൾ LED കത്തി നമ്മുടെ വർക്ക് തീർന്നു. ഇനി നമ്മൾ ആ പേപ്പർ ഷീറ്റും
പാനലും എല്ലാം എടുത്തിട്ട് പഴയ കറക്റ്റായിട്ട് നമ്മളിത് പാക്ക് ചെയ്താൽ മാത്രം മതി. സെറ്റ് റെഡിയായി എന്നുള്ളത് നമുക്ക് കൺഫേമായി. അതാണ് നമുക്ക് സംഭവം. അപ്പോൾ ഈ പാർട്സുകൾ നമ്മൾ വരുത്തി നല്ലത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരുവിധം സോണിയുടെ LED ബാക്ക് ലൈറ്റുകൾ ഒരു 90% എൻ്റെ കയ്യിൽ എല്ലാ ടൈപ്പും 40 ഇഞ്ചിൻ്റെയും 43 ഇഞ്ചിൻ്റെയും എല്ലാം എൻ്റെ സ്റ്റോക്ക് ഉണ്ട്. ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. എപ്പോഴും ഇത് കിട്ടിയെന്ന് വരികയില്ല. കാരണം ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാധനങ്ങളായതുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ കുറച്ചെണ്ണം വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് പാനൽ നമ്മൾ തിരിച്ചിടുകയാണ്. അന്നേരം വളരെ ശ്രദ്ധിക്കണം. പാനലിൻ്റെ ഓരോ വളരെ ശ്രദ്ധിക്കണമെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. 1 ഇഞ്ച് ശബ്ദ വ്യത്യാസം വന്ന് ഈ പാനൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് അലൈൻമെൻറ്റിന് ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പാനൽ പൊട്ടിപ്പോവും. പാനൽ പൊട്ടിപ്പോയപ്പോൾ ഒന്ന് TV കളഞ്ഞാൽ മതി. അപ്പോൾ പാനലിൻ്റെ താഴെ 2 ലോക്കുണ്ട്. ആ ലോക്കിലെല്ലാം കറക്റ്റായിട്ട് അത് കയറ്റിയിട്ടിട്ട് പിന്നെ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 4 മെറ്റൽ ലോക്ക് നമ്മൾ ഊരിയായിരുന്നു. ആ മെറ്റൽ ലോക്ക് 4 അത് 2 സ്റ്റീൽ കളറും 2 ബ്ലാക്ക് കളറുമാണ്. ബ്ലാക്ക് കളറുള്ളത് താഴെയും സ്റ്റീലുള്ളത് മേളിലാണെന്ന് തോന്നുന്നു. അല്ല, സ്റ്റീലുള്ളത് 2 താഴെയും ബ്ലാക്ക് മേളിലുമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇടണം. അത് ലോക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ എഡ്ജൊക്കെ പൊട്ടിപ്പോവും. അതും നമ്മൾ എക്സ്പീരിയൻസ് അത്യാവശ്യമാണ്. ഇതിപ്പോൾ ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുമ്പോൾ പാനലിൽ പോകെ ഒരു സെറ്റ് വല്ലതും എടുത്ത് ചെയ്ത് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം പോകാത്ത സെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ചിലപ്പം കാശ് പോവും. പിന്നെ നമ്മൾ ആ ഫ്രണ്ടിലത്തെ ലോക്ക് ഇടുന്നത് വളരെ ശ്രദ്ധിക്കണം. കംപ്ലീറ്റ് ലോക്കാണ്, സ്ക്രൂവോ കാര്യങ്ങളോ ഒന്നുമില്ല. ലോക്ക് കൃത്യമായിട്ട് വീഴണം. വീഴുന്ന സമയത്ത് ഈ പാനൽ റബ്ബറിനകത്താണ് ഈ പാനൽ കിടക്കുന്നത്. ആ റബ്ബറെല്ലാം കൃത്യമായിട്ട് ഇട്ട് പാനൽ ഒരു സ്വല്പം പോലും പൊങ്ങിയിട്ടില്ലെന്നൊരു ബോധ്യം വന്നെങ്കിട്ട് മാത്രമേ ലോക്ക് ഇടാവുള്ളൂ. അല്ലാതെ നമ്മൾ ലോക്ക് ബലമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ലോക്ക് വന്ന് വീണ് പാനൽ പൊട്ടിപ്പോവും. അപ്പം നമ്മൾ സെറ്റ് ഓണാക്കി നോക്കുവാണ്. അതുകൊണ്ട് സോണിയിൽ നിന്ന് വന്നതിന് ശേഷം മറ്റേപോലെ ഓഫായി പോകാതെ ഉടനെ തന്നെ വീഡിയോ ഒന്ന് വരും. കണ്ടോ, വീഡിയോ ഒന്ന് വന്നു, നോ സിഗ്നൽ എന്നും വന്നു. അപ്പോൾ സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണി സക്സസ് ആയി. ഇനി പാനലിൻ്റെ മെറ്റൽ കവറുകളും മറ്റ് സാധനങ്ങളും എല്ലാം ഇട്ട് ഇത് സ്പീഡിലൊന്ന് പാക്ക് ചെയ്തിട്ട് വീഡിയോ നോക്കിയാൽ മതി. പിന്നെ ഇത് നമ്മുടെ പുതിയ ചാനലാണ്, ടെക് ട്രാവൽ ബൈ സോണി ഏജൻസി എന്ന് പറഞ്ഞ ചാനലാണ്. ഇത് നമുക്ക് ഇലക്ട്രോണിക്സ് മാത്രമല്ല, ട്രാവലിങ്ങും ഈറ്റും ഫുഡും എല്ലാം കൂടെ മിക്സ് ചെയ്തുള്ളൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ്. നമ്മൾ സോണി ന്യൂ ടിപ്സ് മലയാളം എന്ന പഴയ ചാനലിൽ ഇലക്ട്രോണിക്സ് മാത്രമാണ് കൂടുതലും. ബാക്കി ചെറിയ തോതിലൊക്കെ മറ്റു കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. എന്നാൽ 99% അത് ഇലക്ട്രോണിക്സ് സർവീസിംഗ് ആണ് മൊത്തം. അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിനകത്ത് കയറി അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. നമ്മളൊരു കള്ളത്തരവും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒത്തിരി പേര് ഇങ്ങനെ യൂട്യൂബിലൊക്കെ മോശം തെറ്റുമൊക്കെ കാണിച്ച് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജെന്യൂനായിട്ടുള്ള സർവീസാണ്, 100% ജെന്യൂനായിട്ടുള്ള സർവീസാണ് നമ്മൾ ചെയ്യുന്നത്. സെറ്റ് റെഡിയായിട്ടുണ്ട്. സെറ്റ് റെഡിയായി വീഡിയോ വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം.